നമ്മൾ പ്രാരംഭമായി എടുത്തു വായിച്ചിരുന്ന നമ്മുടെ ആപ്തവാക്യം സഖരിയാവിൻ്റെ പ്രവചനം 9-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴികളിൽ നിന്ന് വിട്ടയക്കും എന്ന ആ വാക്യമായിരുന്നു നമ്മളെടുത്ത് വായിച്ചത്. ഒരു പെട്ടെന്നൊരു റിവിഷനിലൂടെ ഒന്ന് പോയ ശേഷം മടങ്ങി വരാം എന്ന് താല്പര്യപ്പെടുന്നു. വെള്ളമില്ലാത്ത കിണറുകൾ എന്ന ആശയത്തെ പ്രധാനമായും 2 രീതികളിൽ ഇന്നത്തെ സഭ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ദുരുപദേശങ്ങളെ വെള്ളമില്ലാത്ത കിണർ എന്ന ആശയത്തിൽ കൊണ്ടുവരും. അതിൻ്റെ ഒരു കാരണം അവിടെ വലതുവശത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു പിക്ചർ, അത് അതിൽ തന്നെ ക്ലിയർ അല്ല. അബ്രഹാം കുഴിച്ചിരുന്ന കുഴികളെ ഫെലിസ്ത്യർ മൂടിക്കളയുകയും അതിനെ മണ്ണിട്ട് നികത്തുകയും ചെയ്തു. ഒരു കുഴി അവിടെ ഇല്ലാതെയാക്കുക എന്നതിലുപരിയായി മണ്ണിട്ട് അബ്രഹാം എടുത്തു കളഞ്ഞ മണ്ണുകൾ തിരിച്ചിട്ട് അതിനെ നികത്തി എന്നൊരാശയം കാണാം. ദുരുപദേശങ്ങളെ കോരിക്കളഞ്ഞ് സതുപദേശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവസഭയെ തിരികെ ദുരുപദേശങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ആ ഒരു നിറവുണ്ട്. പഴയ പാരമ്പര്യങ്ങൾ, ചടങ്ങുകൾ, മര്യാദക്രമങ്ങൾ മുതലായ പലതും സഭയിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞ പലതിനെയും തിരിച്ചു കൊണ്ടുവന്ന് അതിനെ വല്ലാതെയാക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ മകനായ ഈസഹാക്ക് അവയെ വീണ്ടും കുഴിച്ച് അതിൻ്റെ പഴയ പേരുകൾ കൊടുത്തതുപോലെ ദൈവകരങ്ങളിൽ വെള്ളമില്ലാത്ത കിണറുകളിൽ നിന്ന് മാറുവാൻ, പൊട്ടക്കിണറുകളിൽ നിന്ന് മാറുവാൻ, ദുരുപദേശങ്ങളിൽ നിന്ന് മാറുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാൻ ഒന്നുകൂടെ ഇത് ആവർത്തിക്കാം. റിവിഷൻ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ തൊട്ട ഭാഗമല്ല, തൊടാത്തൊരു പുതിയ ഭാഗമാണത്. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം പല കിണറുകൾ കുഴിച്ചു. തുടർന്ന് ഫെലിസ്ത്യർ ആ കിണർ മണ്ണിട്ട് മൂടി. ആ കിണറിലെ വെള്ളം വേണ്ട എന്ന് ഫെലിസ്ത്യർ തീരുമാനിച്ചു. എന്നാൽ ഈസഹാക്ക് അതിനെ പിന്നെയും കുഴിക്കുകയും വെള്ളം കാണുകയും ചെയ്തതോടെ ആ കിണറിനെ ചൊല്ലി ഇസഹാക്കിനോട് ഫെലിസ്ത്യർ വഴക്കിട്ടു. ഇത് ഞങ്ങളുടെ വെള്ളമാണ്, നിങ്ങൾക്കിത് കുടിക്കാൻ സാധ്യമല്ല, വെള്ളം ഞങ്ങളുടേതാണ്, തിരികെ വേണം എന്ന് വാദിച്ചു. ഇസഹാക്ക് അവിടെ നിന്ന് മാറി വേറൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും അവർ വാദിച്ചു. അവർക്ക് വെള്ളം വേണ്ടഞ്ഞിട്ടല്ല, അബ്രഹാം കണ്ടെടുത്ത വെള്ളം വേണ്ട എന്നതുകൊണ്ടാണ്. വെള്ളം അവർക്ക് വേണം. ദുരുപദേശങ്ങളാകുന്ന മണ്ണിട്ട് മൂടിയ ആ പഴയ കിണറുകളെ അതിനെ പൊട്ടക്കിണർ, വെള്ളമില്ലാത്ത പൊട്ടമരവികൾ എന്ന് വിളിക്കാം. അവയെ എൻ്റെ ജനം കുഴിച്ചുണ്ടാക്കി. വെള്ളമില്ലാത്ത കിണറുകളിൽ നിന്നും വെള്ളം ഉള്ളതിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ തർജ്ജിമ അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ കൊടുക്കാറുള്ളത് ദുരുപദേശങ്ങളെന്നാണ്. രണ്ടാമത് ശുശ്രൂഷകന്മാരുടെ ഇടയിൽ നിലവിലുള്ള ഒന്നാണ് ഉണ്ടയില്ലാത്ത വെടി എന്നൊക്കെ ഒരാളിനോട് ഒരു പ്രവചനപദം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ ഈ ചർച്ചിൽ ഒരു സഹോദരി പ്രവചന ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരിയോട് പാസ്റ്റർ സാമുച്ചൻ ഇവിടെ വന്ന സമയത്ത് ആരംഭകാലങ്ങളിൽ ഒരു ദൂതെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഉണ്ടയില്ലാത്ത വെടി അങ്ങ് നിർത്തിയേക്കാൻ. വാക്കുകൾക്കകത്ത് കട്ടിയുള്ള പദങ്ങൾ പലതുണ്ടെങ്കിലും അർത്ഥവ്യാപ്തിയുള്ളതോ വ്യക്തികളെ തൊടുന്നതോ ആയ ഒന്നുമില്ല. ഉണ്ടയില്ലാത്ത വെടിയാണ്. അതിനെ വെള്ളമില്ലാത്ത കിണറെന്ന് വിളിക്കും. കഴമ്പില്ലാത്ത പ്രസംഗം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നീട്ടിയടിക്കും. എന്തവ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഒന്നുമില്ല. ഇങ്ങനെയുള്ളതിനെ എല്ലാം വെള്ളമില്ലാത്ത പൊട്ടമരവികൾ എന്ന് തിരുവചനം വിളിക്കും. നിങ്ങളുടെ അകപ്പെട്ടു പോയിരിക്കുന്ന കിണറുകളിൽ നിന്ന്, പൊട്ടക്കിണറുകളിൽ നിന്ന്, നിങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്ന വെള്ളമില്ലാത്ത കുഴികളിൽ നിന്ന് മടങ്ങി വരിക, ഞാൻ നിങ്ങളെ ഉദ്ധരിക്കാം എന്ന ദൈവിക പ്രവചനത്തിനായി, പ്രമാണത്തിനായി ഞാൻ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ റിവിഷനിലേക്ക് വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന ഇനീഷ്യൽ പ്ലാൻ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അടക്കി വാഴുകയും അതിൽ നിറയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത് ദൈവം പൂർത്തീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ടാകും. പക്ഷേ അതിനു മുന്നമേ മനുഷ്യനെ പിശാച് വീഴിച്ചു കളഞ്ഞു. വീഴ്ചകൾ അനുസരണക്കേടിനാലാണ് സംഭവിച്ചത്. ബേസിക്കലി അനുസരണക്കേടിനാലാണ്. അനുസരണക്കേടെന്ന് പറയുന്നത് ഹൗവയാണെങ്കിൽ പാമ്പിനെ അനുസരിച്ചു, ആദമാണെങ്കിൽ ഹൗവയെ അനുസരിച്ചു, ഒന്ന് വേറൊരാളിനെ അനുസരിക്കുക. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. അവർ 1 ജീവൻ്റെ ഉറവയായ എന്നെ വിട്ടുകളഞ്ഞു. 2 അവർ പൊട്ടമരവികളെ കുഴിച്ചെടുത്തു.
ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം മനുഷ്യനെ അനുസരിക്കുന്നെങ്കിൽ നമ്മളൊരു പൊട്ടമരവി കുഴിക്കുകയാണ് എന്ന് മറക്കരുത്. വേണ്ടാത്ത പലതിനെയും അനുസരിച്ച് കുടുംബങ്ങളെയാകാം, നമുക്കുള്ളവരെയാകാം പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തെ വിട്ടുകളയുന്ന ആ സ്വഭാവത്തിൽ മനുഷ്യൻ അകപ്പെട്ടു. അനുസരണക്കേടിനാൽ പാപത്തിൽ അകപ്പെട്ടു. ജീവജലത്തിൻ്റെ നദിയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ആരോ ഒരു ചിത്രകാരൻ വരച്ച കൂട്ടത്തിൽ ജീസസ് വാട്ടർ വർക്ക്സ് എന്ന് അദ്ദേഹം അതിനൊരു പേര് കൊടുത്തു. അത് നല്ല പേരായതുകൊണ്ട് ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രം. ഇത് ഞാൻ കൊടുത്ത പേരല്ല. ഏതായാലും ദൈവത്തിൻ്റെ പക്കൽ ജീവജലത്തിൻ്റെ നദിയുണ്ട്, ഉറവുണ്ട്. ഇന്ന് പകൽ അത് ഇവിടെ നിന്ന് ഒഴുകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു പകരം പൊട്ട മരവികളെ ഉണ്ടാക്കി, നിങ്ങൾ ഈ പടത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ നല്ല സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയത്, നല്ല പൈപ്പ് ഫിറ്റ് ചെയ്തതുമായ വളരെ മോഡേണായ ഒന്ന് തൻ്റെ ഇടത്തുവശത്ത് കാണുന്ന അത് കേവലം സാധാരണമായ മണ്ണിൽ സാധാരണയായി ഉറവയാൽ സാധാരണയായി ഉണ്ടാക്കപ്പെട്ട ഒന്നാണെങ്കിൽ എക്സ്പെൻസീവായി ചെയ്തതും എൻജിനീയറിംഗ് കാൽക്കുലേഷനിൽ കൂടെ കൊണ്ടുവന്നതുമായ ഒന്നന്തരം ഒരു ചട്ടിയാണ് വലത്തുവശത്ത് കാണുന്നത്. ഒറ്റ തകരാറത് പൊട്ടിയതാണെന്ന് മാത്രം. മോഡേണിസം അതിനകത്ത് ഒരുപാട് വന്നതുകൊണ്ടായില്ല. അതിനകത്ത് വെള്ളം ഹോൾഡ് ചെയ്യത്തക്കവണ്ണം അതിന് കഴിവുണ്ടോ എന്ന നോട്ടമാണ്. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. 1, അവർ ജീവൻ്റെ ഉറവയായ എന്നെ വിട്ടുകളഞ്ഞു. 2, അവർ വെള്ളമില്ലാത്ത പൊട്ട മരവികളെ, വെള്ളം ഹോൾഡ് ചെയ്യാൻ കഴിവില്ലാത്തതിനെ കുഴിച്ചുണ്ടാക്കി എന്ന് കാണുവാൻ കഴിയും. ഇതിൻ്റെ അൾട്ടിമേറ്റ് സിറ്റുവേഷനിൽ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ചിന്തിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്ത ഒരു സാഹചര്യത്തിലെത്തും. എത്ര കണ്ടു പ്രാർത്ഥിച്ചാലും ദൈവം മറുപടി തരാത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുക. അവർ ഉപവസിക്കുമ്പോൾ ദൈവം അവർക്ക് മുഖം മറച്ചു കളയുക. ദൈവത്തിൻ്റെ പ്രവാചകന്മാരോട് ദൈവം പറഞ്ഞു, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവരുടെ നന്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കരുത്. അവരെത്ര അപേക്ഷിച്ചാലും ഞാൻ കേൾക്കയില്ല. കാര്യം ഞാൻ വിളിച്ചപ്പോൾ അവർ ഉത്തരം പറയാതെ വണ്ണം, ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ മറുപടി തരാതെ വണ്ണം അവരെങ്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അവരെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാനും ഒഴിഞ്ഞു മാറും. സമയത്തിന് ദൈവത്തെ അന്വേഷിക്കുവാനും പിൻപറ്റുവാനും തയ്യാറാകണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഞാനവരെ വിളിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞില്ല. ഞാനവരോട് ഉപവസിക്കുവാൻ പറഞ്ഞപ്പോൾ അവർ ഉപവസിച്ചില്ല. ഞാൻ അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങാം, ഞാൻ അവരോട് സ്നാനപ്പെടാൻ പറഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടില്ല. ഞാൻ അവരോട് വേർപെടുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ വേർപെട്ടില്ല. ഇനി ഒരു ദിവസം അവർ നിലവിളിക്കുവാൻ വരും, അന്ന് ഞാനും പോയി എൻ്റെ സ്ഥലത്ത് സ്വസ്ഥമായിരിക്കും. അതുകൊണ്ട് മറുപടി ഇല്ലാതെ വണ്ണം, അവരുടെ പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി ഇല്ലാതെ വണ്ണം ഞാൻ അവരെ വിട്ട് മാറിയിരിക്കും. യെരമ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം മുഴുവനും സ്വന്തം സമയത്തൊന്ന് വായിക്കണമേ എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സാത്താൻ പാമ്പിലൂടെയും ഭവനത്തിലൂടെയും വീട്ടിലുള്ളവരിലൂടെയും പലരിലൂടെയും നമ്മെ ആക്രമിക്കുവാൻ ശ്രമിക്കും. അത് സഭകളിലൂടെയും സമുദായത്തിലൂടെയും നമ്മെ ആക്രമിക്കുവാനായി ശ്രമിക്കും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികമായി വേറെ എന്തിനെയെങ്കിലും മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. 3, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നതായി കാണാം. 37-38 വാക്യങ്ങളിൽ 3 കൂട്ടരെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ പറയുന്നത്. 1, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവർ. എൻ്റെ അപ്പന് ജീവനോടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സ്നാനപ്പെടാൻ ഒക്കത്തില്ല. കാര്യം എൻ്റെ അപ്പന് ദുഃഖമാണ്. എൻ്റെ അമ്മ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് വേർപെടാൻ ഒക്കത്തില്ല. എൻ്റെ അമ്മയ്ക്കത് ദുഃഖമാണ്. അത് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവനെക്കുറിച്ച് എൻ്റെ യേശു പറഞ്ഞു, എനിക്ക് നിന്നെ കൊള്ളത്തില്ല. അനേകരുടെ ജീവിതത്തിൽ ഈ ബഥേലിൽ വന്ന് സ്നാനപ്പെട്ട ശേഷം അപ്പനെയോ അമ്മയോ പ്രീതിപ്പെടുത്തേണ്ടതിന് വേണ്ടി തിരിച്ച പഴയ സമ്പ്രദായങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി വിവാഹം കഴിഞ്ഞ് ഇന്നും ശാപത്തിൻ്റെ തീര അഗ്നിയിൽ ജ്വലിച്ച് വേകുന്ന പലരെ എനിക്കറിയാം. അനേകയിടത്ത് സ്നാനപ്പെട്ട ശേഷം ഇത് സംഭവിച്ചവരെ എനിക്കറിയാം. ബഥേലിനെ കുറിച്ച് എടുത്തു പറയുന്നത് എന്നെ വ്യക്തിപരമായി തൊട്ടതുകൊണ്ടാണ്. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല, വിടുതലില്ല. കാരണം അവർ പണ്ടൊരിക്കൽ അപ്പനെയോ അമ്മയോ എന്നേക്കാൾ ഉപരിയായി സ്നേഹിച്ചതിനാൽ എനിക്കവരെ കൊള്ളുന്നവരല്ല. അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല. 2, മകനെയോ മകളെയോ എന്നേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നവൻ. എൻ്റെ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. അവരുടെ സ്റ്റാറ്റസിനും മാന്യതയ്ക്കും താഴെയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. എന്നേക്കാൾ ഉപരിയായി മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല.
3, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംപ്രതി എന്നെ അനുഗമിക്കാത്തവൻ. സുവിശേഷ നിമിത്തം കഷ്ടതയോ നിന്ദയോ പ്രയാസമോ ഉപദ്രവമോ ഉണ്ടായാൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവർ, ഈ 3 കൂട്ടരെ കുറിച്ച് യേശു പറഞ്ഞു, അവരെ എനിക്ക് കൊള്ളാവുന്നവരല്ല. 4-മതായി യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും എനിക്ക് കൊള്ളാവുന്നവനല്ല. ഇത് ഞാൻ ഒരുപാട് ആവർത്തി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആഭരണങ്ങൾ ഉപേക്ഷിക്കാത്ത ഒരാളിന് കർത്തൃമേശ കൊടുക്കുന്നതിൽ ഞാൻ ഇന്നുവരെയും വൈമനസ്യം പറഞ്ഞിട്ടില്ല. അത് ആ വ്യക്തിയുടെ വെളിപ്പാടിന് ഒത്തവണ്ണം ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കാതെ പോയതാ. പക്ഷേ ഒരിക്കലൊരു തീരുമാനം എടുത്ത ശേഷം അത് ലംഘിച്ചവർ കർത്തൃമേശയിൽ നിന്ന് മാറിയിരിക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. കാര്യം, അവർ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കിയവരാണ്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കിയവൻ ആരും എനിക്ക് കൊള്ളാവുന്നവനല്ല, അവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തുടർന്നതും എന്നാൽ ഇന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു 3-4 കാര്യങ്ങൾ 3 വ്യക്തികളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 57 മുതൽ 62 വരെയുള്ളതായ വാക്യങ്ങൾ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്കും കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്. നിൽക്കട്ടെ, 2 വാക്യങ്ങളിൽ വീതം കാണാതെ പോയ 3 ശിഷ്യന്മാർ എന്ന പേരിൽ ചില വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഈ ദൂത് ബേഥേലിൽ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായി ദൂത് ആവർത്തിച്ചതായി അല്ലേ വീണ്ടും പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു നല്ല വിഭാഗം ആളുകൾ അത് കേട്ടിട്ടില്ലാത്തവരും വേറെ ചിലർ മറന്നുപോയവരുണ്ടെങ്കിൽ അവരുടെയും പ്രയോജനത്തിനായി ഒരു ശിഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നേച്ചു പറഞ്ഞു, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിച്ചോളാം. അനേകരും തങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങളിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, അങ്ങ് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിച്ചോളാം. യേശു ആ മനുഷ്യനോട് അനുഗമിക്കാനും പറഞ്ഞില്ല, അനുഗമിക്കരുതെന്നും പറഞ്ഞില്ല. പക്ഷെ ആ പുള്ളിക്കാരനെ പിന്നെ കണ്ടിട്ടില്ല. ഈ 2 വാക്യങ്ങളിൽ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. യേശു ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി ആകെ ഇതേ ഉള്ളൂ, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, ഭൂമിയിലെ കുറുനരികൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാനോ സ്ഥലമില്ല. ശിഷ്യ, ഇന്ന് നീ എന്നെ അംഗീകരിപ്പാൻ തയ്യാറെടുക്കുന്നത് ഒരുപക്ഷെ എൻ്റെ കൂടെ കൂടിയാൽ നിനക്ക് ലഭിക്കുവാൻ പോകുമെന്ന് നിനക്ക് തോന്നുന്ന കുറെ നന്മകൾ കണ്ടുകൊണ്ടാകാം. ഉപദേശിമാരൊക്കെ കാറിൽ യാത്ര ചെയ്യുന്നു, ഉപദേശിമാരൊക്കെ നല്ല വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എനിക്കും സുവിശേഷ വേലയ്ക്കൊരു വിളി എന്നൊരു തോന്നൽ ഒരുവന് വന്നാൽ യേശു പറഞ്ഞു, ശിഷ്യ, നീ ഇത് മാത്രമേ കണ്ടുള്ളൂ. രോഗികൾ സൗഖ്യമാകുന്നതിനാൽ, കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കുന്നതിനാൽ, ഭൂതങ്ങൾ വിട്ടുപോകുന്നതിനാൽ, ഞാൻ എവിടെ കയറി ചെന്നാലും ചായ കിട്ടും, ഇന്നത്തെ ഭാഷയിൽ ഞാൻ എവിടെ കയറി ചെന്നാലും നല്ലൊരു കസേര കിട്ടും, ഇത് കണ്ടുകൊണ്ടാണോ നീ ഇറങ്ങുന്നത്? അല്ല. ഒരിക്കൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിന്മേൽ തൂക്കപ്പെട്ടവനായി ഞാൻ അവിടെ കിടക്കുമ്പോൾ പക്ഷികൾ പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചതിനാൽ തങ്ങളുടെ കൂടുകളിലേക്ക് പറന്നു പോകും, കുറുനരികൾ അവരുടെ കുഴികളിലേക്ക് മാറും. നീ അന്ന് എങ്ങോട്ട് പോകും? അന്ന് ഭൂമി കുലുങ്ങുന്ന സാഹചര്യത്തിൽ നിനക്ക് പോയി ഒളിപ്പാൻ ഇടമില്ല. നീ എങ്ങോട്ട് പോകും? ആ സാഹചര്യം തിരിച്ചറിഞ്ഞ ശിഷ്യൻ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. 2 വാക്യം കൊണ്ട് ആ ശിഷ്യൻ അസ്തമിച്ചു. അടുത്ത 2 വാക്യം വായിച്ചാട്ടെ. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ മുമ്പേ കണ്ട ആ ശൈലിയാണ്. ഒരു വാക്യമേ വായിച്ചുള്ളൂ, അടുത്ത് നമ്മൾ വായിക്കും. ഒരുവനെ യേശു അങ്ങോട്ട് വിളിച്ചേച്ചു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവൻ്റെ മറുപടി, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ എനിക്ക് അനുവാദം തരണം. അപ്പനെ കുഴിച്ചിടുന്നത് പാപമെന്നല്ല, പക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണന അവൻ പറഞ്ഞു അപ്പനായിരിക്കും. മുമ്പേ നമ്മളിത് തൊട്ടതാണ്. എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം. വായിച്ചാട്ട് അടുത്ത വാക്യം. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മോനെ, മരിച്ചവരെ കുഴിച്ചിടുവാൻ ഒരു കൂട്ടം മരിച്ചവരെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. ആത്മീകത്തിൽ ചത്ത കുറച്ചു പേരുണ്ട്. അവരുടെ പണിയാണ് ഈ മുൻഗണന വേണ്ടാത്തതിന് കൊടുക്കുന്നത്. അവർ പോയി ഇത് ചെയ്യട്ടെ. നിന്റെ മേലുള്ള വിളി വേറൊന്നാണ്. ചില വിളി റിയലൈസ് ചെയ്യുവാൻ ആ മനുഷ്യന് കഴിയാതെ പോയതിനാൽ 3-ാമത്തെ വാക്യത്തിൽ അയാളെ കാണുന്നില്ല. 2 വാക്യത്തിൽ അയാളും നഷ്ടമായി പോയി, പൊട്ടമരവിയിലേക്ക് തിരിച്ചുപോയി. എൻ്റെ കടമയല്ലേ എന്ന് ചോദിക്കാം. അടുത്ത 2 വാക്യങ്ങൾ. മറ്റൊരുത്തൻ, കർത്താവേ,
ഞാൻ നിന്നെ അനുഗമിക്കാം. ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ആദ്യമേ നമ്മൾ ആ വാക്യം വായിച്ചു. കലപ്പയ്ക്ക് കൈവച്ച ശേഷം മൂന്നാമനോട് എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ പദം ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമനോട് യേശു പറഞ്ഞു നീ എന്നെ അവൻ യേശുവിനോട് പറഞ്ഞ് ഞാൻ അങ്ങേ അനുഗമിക്കാം. അത് യേശുവിൻ്റെ മറുപടി, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കരുത്, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. നിനക്കും ജീവിതത്തിൽ ചില പ്രയോറിറ്റികളുണ്ട്. മുൻപേ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ. നമ്മൾ ഒരു വശത്ത് ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ ഭൗതിക ബാക്ക്ഗ്രൗണ്ടുകളിൽ നിർബന്ധ ഘടകങ്ങളല്ലേ, അത്യാവശ്യ ഘടകങ്ങളല്ലേ? ജീവിക്കുന്ന ലോകത്തിലും ഭൂമിയിലും ഇത് ആവശ്യമല്ലേ? അതെ, ഇത് സകലതും ആവശ്യമാണ്. ഞാൻ വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു വരട്ടെ. ഒരു ദിവസം കർത്താവായ യേശു അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം തന്നെ ഗെത്സമനയിൽ നിന്ന് തന്നെ പിടിച്ച് തന്നെ കൊണ്ടുവന്ന് മഹാപുരോഹിതൻ്റെ മുൻപിൽ നിർത്തി അവിടെ വെച്ച് ന്യായം വിധിക്കുന്നതായ സാഹചര്യത്തിൽ പത്രോസ് നടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു. നടുമുറ്റത്തെ തണുപ്പിനകത്ത് തൻ്റെയും ശരീരം തണുക്കുന്നത് കൊണ്ട്, തണുപ്പ് എല്ലാവർക്കും ബാധകമാണ്. യേശുവിൻ്റെ ശിഷ്യനായാലും തണുക്കും. എനിക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടേണ്ടതില്ലേ, അതുകൊണ്ട് തന്നെ തീ കായാൻ പോയി. അത് തൻ്റെ മൗലിക അവകാശമാണ്, തൻ്റെ റൈറ്റിൽ പെടുന്നതാണ്. തണുക്കുന്ന ഇടത്ത് തീ കായണം. പക്ഷേ തീ കായാൻ പോയിരുന്ന ഇടത്ത് അദ്ദേഹം യേശുവിനെ തള്ളിപ്പറയുവാനിടയായി. ഒടുവിൽ താൻ ഒന്നുമില്ലാതെ ഓടിപ്പോകുന്നവനായി കാണാം. നമ്മുടെ തൽക്കാലത്തേക്കുള്ള ജീവിതത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, എൻ്റെ ഭൗതിക റിക്വയർമെൻ്റ് അല്ലേ, എൻ്റെ താൽക്കാലികമായ ആവശ്യമല്ലേ എന്ന് ചോദിച്ചു കൊണ്ട് വരുന്നതിനോട് സ്വർഗത്തിലെ ദൈവത്തിനൊരു മറുപടിയുണ്ട്. വെള്ളമില്ലാത്ത പൊട്ടമരവേലിയേക്ക് മാറാതെ ജീവൻ്റെ ഉറവയായ എൻ്റെ അടുക്കൽ നിൽക്കുക, എനിക്ക് നിങ്ങളെ സഹായിപ്പാനുണ്ട്. വിടുതൽ എവിടെ നിന്നാണ്? വീണ്ടും നമ്മൾ റിവിഷനിലേക്ക് വരികയാണ്. വിടുതൽ കാൽവറിയിൽ മാത്രമാണ് എന്ന് നമ്മൾ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ കാൽവറിയെ ഓർപ്പിച്ചുകൊണ്ടാണ് ആദമിന് വേണ്ടി ഒരു യാഗം നടക്കുകയും ആ യാഗത്തിൽ തോലുകൊണ്ടൊരു ഉടുപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ വിടുതൽ നാം പ്രാപിച്ചെടുക്കേണ്ടതിന്, വിടുതൽ വരുന്നത് യേശുവിൻ്റെ കാൽവറിയിൽ നിന്നാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ വിടുതൽ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പൂർണ്ണ അനുസരണത്തോടെയാണ് ഒന്നാമതായി നാം ആ വിടുതൽ പ്രാപിക്കേണ്ടത്. അനുസരണത്തോടെ, പൂർണ്ണമായ അനുസരണത്തോടെ ദൈവത്തെ അനുസരിക്കുന്നതിനാൽ, പരീക്ഷയിൽ വിജയിക്കുന്നതിനാലാണ് നാം ആ വിടുതൽ പ്രാപിക്കുന്നത്. വെളിപ്പാട് പുസ്തകം എടുത്തു പറയുമ്പോൾ ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് തിന്മാൻ കൊടുക്കും എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ആദം തോറ്റ മണ്ണിൽ ജയിക്കുന്ന വേറൊരു വിഭാഗത്തെയാണ് ഇന്നെൻ്റെ മുമ്പിൽ സ്വർഗത്തിൽ ദൈവം ഇരുത്തിയിരിക്കുന്നത്. ഹേ ആദമേ, അങ്ങ് പരാജയപ്പെട്ടിടത്ത് ജയിക്കുന്ന ഒരു വിഭാഗത്തെ ബേഥേലിൽ സ്വർഗം ഇന്ന് നട്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെക്കുറിച്ച്, നമ്മിൽ ജയിക്കുന്നവരെക്കുറിച്ച് ദൈവത്തിന് പറവാനുള്ളത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് തിന്മാനായി കൊടുക്കും. 2 അനുതാപത്താൽ, കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതല്ല, 2 അനുതാപത്താൽ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2:5, 20-5-6 വാക്യങ്ങൾ വായിക്കണ്ട. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ, നീ മടങ്ങിച്ചെന്നെൻ്റെ ദാസനായ ഹിസ്കിയാവിനോട് ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിയിരിക്കുന്നുവെന്നും അതിനപ്പുറത്ത് ചില നന്മകളും തന്നിരിക്കുന്നുവെന്നും പറയുക. എന്തായിരുന്നു സാഹചര്യം? യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ ഹിസ്കിയ രാജാവിനെ പോയി കാണണം. അവൻ 2 രോഗിയായി കിടക്കയാണ്. വലിയ രോഗമൊന്നുമില്ല, അവൻ ഇരിക്കാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന ഇടത്ത് കുറച്ച് പരുക്കളായതുകൊണ്ട് അവൻ 2 വശം ചരിഞ്ഞ് കിടക്കുകയാണ്. ഇത്രയും തകരാറേ ഉള്ളൂ, കൂടുതൽ ഒന്നുമില്ല അവൻ്റെ നോട്ടത്തിൽ. പക്ഷെ എൻ്റെ നോട്ടത്തിൽ സംഗതി സീരിയസ് ആണ്. നീ പോയി അവനോട് പറയണം, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക്, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല, നിശ്ചയം. 3 പദങ്ങൾ അവിടെ കാണുന്നത്. നീ മരിച്ചു പോകും, 2 സൗഖ്യമാകുകയില്ല, 3 നിശ്ചയം. നിശ്ചയമായിട്ടും ഈ കാര്യം പറഞ്ഞു. ഇതുപോലെ ദൈവം ഉറപ്പിച്ച, തീരുമാനിച്ച കാര്യങ്ങൾ കുറവാണ്. ദൈവം അതുപോലെ അരക്കിട്ട് ഉറപ്പിച്ച 3 പദങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് കെടുത്തു വെച്ച ഈ പദത്തെ ഖണ്ഡിക്കേണ്ടതിനാണ്, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടതിനാണ് ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിഞ്ഞ് ഒരൊറ്റ കരച്ചിൽ കരഞ്ഞത്. ഹിസ്കിയാവിന് നേരെ കിടക്കാനൊക്കത്തില്ല, കാര്യം കുറച്ച് പരുവുണ്ട്, അതുകൊണ്ട് നേരെ കിടക്കാനൊക്കത്തില്ല.
തൻ്റെ കട്ടില് തൻ്റെ ചുവരിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ചുവരിൻ്റെ നേരെ പുറം തിരിഞ്ഞ് ജനത്തിന് നേരെ മുഖം തിരിഞ്ഞ് തൻ്റെ വീട്ടുകാര്യങ്ങളും രാജ്യഭരണകാര്യങ്ങളും തൻ്റെ ഭാര്യയോടോ മന്ത്രിമാരോടോ മക്കളോടോ വേണ്ടപ്പെട്ടവരോടോ സംസാരിച്ചു കൊണ്ട് കിടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ജനത്തിൻ്റെ ഇടയിലൂടെ വന്ന പ്രവാചകൻ പെട്ടെന്ന് പറഞ്ഞത്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല നിശ്ചയം. ഇയാൾ ഒന്ന് തിരിഞ്ഞു കിടന്നു. നേരെ ഏതായാലും കിടക്കാനൊക്കത്തില്ല. മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന മന്ത്രിസഭയോടും ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന കുടുംബത്തോടും പുറം കാണിച്ചുകൊണ്ട്, ആരും എൻ്റെ മുഖം കാണണ്ട, ഏകാന്തതയിൽ കാണുന്നവനായ ദൈവം ഇന്ന് ഈ പദം ചിലരോട് ഇടപെടട്ടെ. ഏകാന്തതയിൽ കാണുന്നവനായ എൻ്റെ ദൈവത്തെ ഞാൻ ഒറ്റയ്ക്കൊന്ന് കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മുഖം ചുവരിന് നേരെ തിരിച്ചു. അനുഭവം ഇങ്ങോട്ട് തുറന്നു. യഹോവേ, ഞാൻ ഏകാഗ്രതയോടും നിർമ്മലതയോടും തിരുമുമ്പിൽ നടന്ന് അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് ഓർക്കണമേ. എൻ്റെ സഭയുടെ മുമ്പിൽ നടന്ന് MA വർഗീസിനെ പ്രസാദിപ്പിച്ചു എന്നല്ല, എൻ്റെ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ നടന്ന് ഞങ്ങളുടെ സമുദായത്തെ പ്രസാദിപ്പിച്ചു എന്നല്ല, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നടന്ന് എൻ്റെ അപ്പനെ അമ്മയും പ്രസാദിപ്പിച്ചു എന്നല്ല, ഞാൻ തിരുമുമ്പിൽ നടന്നു അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. മറ്റാരും എന്നെ കണ്ടില്ലെങ്കിലും എന്നെ കാണുന്നവനെ ഞാൻ പ്രസാദിപ്പിച്ചു. ഇന്നൊന്ന് ഓർക്കണമേ, ഞാൻ ഏകാഗ്രതയോടെ നിർമ്മലതയോടെ തിരുമുമ്പിൽ നടന്നു അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തുവെന്ന് ഓർക്കണമേ. യെശയ്യാവ് ദൂത് പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോകുകയാണ്. താൻ നടുമുറ്റത്തെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ അകത്തെ മുറിയിൽ നിന്ന് വെളിയിൽ വന്നു നടുമുറ്റത്തെത്തിയപ്പോൾ തൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനം വീണ്ടും പ്രവാചകൻ ഉണ്ടായി. തിരിച്ചു പോ, എൻ്റെ ദാസനായ ഹിസ്കിയാവിനോട് നീ പറയേണ്ടത്. അവൻ ഏറ്റവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ അടുക്കൽ തൻ്റെ അനുഭവം വിവരിക്കുകയാണ്. 3 വാക്കുകളാൽ ഞാൻ അരക്കിട്ടുറപ്പിച്ച ആലോചനകളെ തിരുത്തി കുറിക്കുന്ന അവൻ്റെ പൊട്ടമരവി അല്ല അവൻ അന്വേഷിച്ചത്, ജീവന്റെ ഉറവയായ എന്നെ അന്വേഷിച്ചതിനാൽ ഞാൻ അവനൊരു മറുപടി കൊടുക്കാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ഉറച്ച നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും അനുതാപ വാക്കുകളുടെയും മുമ്പിൽ മറുപടി തരുന്നവനായ ദൈവത്തിങ്കൽ നിന്ന് ഒരു മറുപടി വാങ്ങുവാൻ ഒരു അനുതാപ വാക്യവുമായി വരാം. യഹോവേ, ഞാൻ ഏകാഗ്രതയോടും നിർമ്മലതയോടും, ആ പദങ്ങൾ വലുതാ. 100 പേരെ പ്രസാദിപ്പിക്കണം, 1000 കാര്യങ്ങൾ ചെയ്യണം, 50 പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ദൈവവും. നോ, ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നുവെങ്കിൽ ദൈവത്താൽ മാത്രം. ഏകാഗ്രതയോടെ കർത്താവേ, എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, അങ്ങയുടെ കാര്യസാധ്യത്തിന് നിർമ്മലതയോടെ നടന്നത് തിരുമുമ്പിലാണ്. അങ്ങയ്ക്ക് പ്രസാദമുള്ളതാണ് ചെയ്തത്, വേറെ ആർക്കും പ്രസാദമുള്ളതല്ല. ഇതൊന്ന് ഓർക്കണമേ. ഇന്ന് പകൽ അത് പറയുവാൻ അർഹതയുള്ളവർ ദൈവസന്നിധിയിൽ മടങ്ങി വരട്ടെ. ഇന്ന് പകൽ ചില വിടുതലുകൾ ഇതിനകത്ത് നടക്കട്ടെ. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സമയത്ത് പാസ്റ്റർ ജോൺ ഡി ഫിലിപ്പ് വിളിച്ചു പറഞ്ഞു, ഇന്ന് മിറക്കിൾ ഡേ ആണ്, അത്ഭുതങ്ങളുടെ ദിവസമാണ്. അതിനുശേഷം ഒരു എക്സോട്ടേഷന് വേണ്ടി എഴുന്നേറ്റ സുനിൽ പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഒരു വിടുതലിൻ്റെ ദിവസമാണ്. ഞാനും അതേ പദത്തിൽ നിൽക്കട്ടെ. 3ാമത്തെ വ്യക്തിത്വമായി ഏകാഗ്രതയോടും നിർമ്മലതയോടും തിരുമുമ്പിൽ നടന്ന് അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് പറയുവാൻ ഇന്ന് പ്രാഗൽഭ്യമുള്ള ദൈവവൈതലേ, മടങ്ങി വരൂ ഒരു ദൈവിക വിടുതലിനായി. ദൈവത്തിൻ്റെ മറുപടി യെശയ്യാവിനോട്, നീ മടങ്ങി വരിക. യെശയ്യാവേ, രാജസന്നിധിയിൽ തോന്നിയതുപോലെ കയറുകയും ഇറങ്ങുകയും ചെയ്യാമോ? ഇവിടെ രാജാധിരാജാവായ ഞാൻ കൽപ്പിക്കുന്നത് കയറിച്ചല്ലേ. നീ ചെന്ന് എൻ്റെ ദാസനായ ഹിസ്കിയാവിനോട്, ഗുഡ് ഗാഡ്, അവൻ വേറാരുടെയും ദാസനല്ല, പകുതി എൻ്റെ നാമത്തിലും മറ്റേ പകുതി വേറൊരു നാമത്തിലുമല്ല, എൻ്റെ പേരുപയോഗിച്ചെങ്കിലും നേരിൽ വേറൊന്ന് മാറിയല്ല. ഞാൻ ആ പദം പറയുമ്പോൾ ഗൗരവമുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അത്ഭുതകരമായി ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ പ്രയോജനപ്പെട്ടിരുന്ന ഒരു ഭക്തൻ്റെ മുമ്പിൽ ഞാൻ ഇതുപോലൊരു സഭായോഗത്തിന് ഇത്രയും ഓഡിയൻസിൻ്റെ മുമ്പിൽ വെച്ച് ഇതുപോലെ ഈ പ്രസ്താവന പറഞ്ഞിട്ടില്ല. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഭക്തൻ്റെ മുമ്പിൽ ഒരിക്കൽ ഒരു സർപ്പശക്തി വെളിപ്പെട്ടു. ഒരു ചൈനീസ് വ്യാളി എന്നാണ് അദ്ദേഹം എന്നോട് ഉപയോഗിച്ച പദം. ഒരു ചൈനീസ് ഡ്രാഗൺ വെളിപ്പെട്ട അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇന്ത്യയിലെ വലിയ പ്രവാചകന്മാരിൽ ഒരാളാക്കാം. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന, നമ്മൾ മാനിക്കുന്ന പ്രവാചകന്മാരുടെ ആരുടെയും കാര്യമല്ല. ഇദ്ദേഹത്തെ മാനിക്കുന്നുണ്ട്, അദ്ദേഹം മാന്യമായി ഇത് ചെയ്തതുകൊണ്ട്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരുവനായി ഞാൻ നിന്നെ മാറ്റാം.
ഞാൻ പറയുന്നതും കൂടെ നീ അനുസരിക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ യേശുവിൻ്റെ ദാസനാണ്, യേശുവിൻ്റെ നാമത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. മറുപടി, നീ ഏത് നാമവും ഉച്ചരിച്ചോ, യേശുവിൻ്റെ നാമം തന്നെ ഉച്ചരിച്ചോ, പക്ഷേ ആ കൂട്ടത്തിൽ ഞാൻ പറയുന്ന ചിലതൂടെ ഒന്ന് ചേർക്കണം. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, കൂട്ടുചേർക്കുന്നതിൽ കൂട്ടുകൂടാത്തവനാണ് ദൈവം. തൻ്റെ ദിവ്യമായ പ്രവൃത്തിയിൽ നിന്ന് വിരുദ്ധമായി മറ്റെന്തെങ്കിലും ഒരു ശക്തിയെ എവിടെയെങ്കിലും തൊടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് അടുക്കുന്നവനല്ല എൻ്റെ യേശു. കുറേയൊക്കെ അതുകൊണ്ടും കുറേയൊക്കെ ഇതുകൊണ്ടും, കുറേയൊക്കെ മുഖലക്ഷണം നോക്കിയും കുറേയൊക്കെ മനസ്സിൻ്റെ വികാരങ്ങൾ നിരൂപിച്ചും, ചിലതെല്ലാം മുഖഭാവം കണ്ടും വേറെ ചിലതെല്ലാം ആത്മാവിലും വിവേചിക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ കർത്താവിന് പറയാനുള്ളത്, അത് ചൈനീസ് വ്യാളിയോട് പറ, എൻ്റെ അടുക്കലെ പണി വേണ്ട. ഞാൻ ഏകാഗ്രതയോടും നിർമ്മലതയോടും തിരുമുമ്പിൽ നടന്ന് അങ്ങയ്ക്ക് പ്രസാദമുള്ളത് മാത്രം 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 ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ. നീ പോയി ഹിസ്കിയാവിനോട് പറ, ഈ അനുതാപത്തിൻ്റെ മുമ്പിൽ, ഈ നിലവിളിയുടെ മുമ്പിൽ, ഈ അപേക്ഷയുടെ മുമ്പിൽ ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. നമ്പർ 1, നീ ചോദിച്ചത് നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുകയാണ്. ഹിസ്കിയാവ് എത്ര വർഷം ദൈവത്തോട് ചോദിച്ചുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആയുസ് നീട്ടാനാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ കാലക്കണക്ക് പറഞ്ഞു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിയിരിക്കുന്നു. ഇനി നീ ചോദിക്കാത്ത ചിലതൂടെ നിനക്ക് തരാൻ പോകുകയാണ്. നിന്റെ ചുറ്റിലുമുള്ളവർ നിന്നോട് ഭയം കാണിച്ച്, ഇതര രാജാക്കന്മാർ നിനക്ക് കപ്പം കൊണ്ടുവന്ന് നിന്നെ മാനിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ ഞാൻ നിന്റെ രാജ്യത്വത്തെ ഒന്നുകൂടി ഉയർത്താൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം അനുദപിക്കുന്ന, ഇന്ന് പകൽക്കാലം അടുത്തു വരുന്ന, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ചിലതിനെ ഉയർത്തുന്നവനായ ദൈവം. നമ്പർ 1 നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി. നമ്പർ 2, ചോദിക്കാത്ത നന്മകളും കൂടെ തന്ന് അനുഗ്രഹിക്കുന്നവനായ ദൈവം. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. നമ്പർ 1, വിടുതൽ കാൽവരിയിൽ നിന്നാണ്. നമ്പർ 2, അത് കരസ്ഥമാക്കേണ്ട ഒന്നാമത്തെ മെതേഡ് അനുതാപത്താലും പ്രാർത്ഥനയാലുമാണ്. അതോടൊപ്പം തന്നെ വിജയ ജീവിതത്താലാണ്. ഒന്നാമത്തേത് വിജയ ജീവിതത്താലാണ്, രണ്ടാമത്തേത് അനുതാപത്താലും പ്രാർത്ഥനയാലുമാണ്. ഇനിയും ദൈവത്തിൻ്റെ ഇറ്റേണൽ പ്ലാൻ നമ്മളത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അതുകൊണ്ട് ഇന്ന് വിശദീകരിക്കുന്നില്ല. ഞാൻ റിവിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പോർഷനിൽ തൊട്ട ശേഷം അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ പോകുകയാണ്. 3, ദൈവത്തിൻ്റെ കംപ്ലീറ്റഡ് പ്ലാൻ, അക്കംപ്ലിഷ്ഡ് പ്ലാൻ, ഫൈനൽ പ്ലാൻ, ഏറ്റവും ഒടുവിലായി ചെയ്യുവാനുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് തിന്മാൻ കൊടുക്കും. നമ്മൾ ആദ്യം അത് തൊട്ടതായിരുന്നു. വെളിപ്പാട് പുസ്തകം 21:4 അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ദുഃഖവും വിലാപവും കണ്ണുനീരും ഇനി ഉണ്ടാകയില്ല, മരണം മാറിപ്പോകും, നാം ദൈവത്തോടുകൂടെ എന്നേക്കും ഇരിക്കും. ഇതാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് അന്തിമമായി ആഗ്രഹിക്കുന്നത്. ആദമിനെ ഏദനിലാക്കുമ്പോൾ തൽക്കാലത്തേക്ക് സന്താനപുഷ്ടിയുള്ളവനായി ഭൂമിയിൽ പെരുകി ജീവിക്കുവാനും, ആ ജീവിതത്തിൽ ദൈവത്തിന് തൃപ്തിയാകുമ്പോൾ അനുഗ്രഹിച്ച് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൊടുപ്പാനും, അങ്ങനെ സന്താനപുഷ്ടിയിൽ വർദ്ധിച്ചവനായി ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതകരമായ ജീവിതം തികച്ചു കഴിയുമ്പോൾ, ജീവിതം തെളിയിച്ചു കഴിയുമ്പോൾ, തെളിയിക്കാത്ത ഒന്നിനെയും ദൈവം അംഗീകരിക്കാറില്ല. തെളിയിക്കാത്ത ഒന്നിനെയും ദൈവം അംഗീകരിക്കത്തില്ല. തെളിയിച്ചു കഴിയുമ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുത്ത് എന്നേക്കും ജീവിക്കുന്ന ഒരു പ്രത്യേകതയുമായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. അവിടെ നിന്ന് പരാജയപ്പെട്ടു. അവിടെ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മനുഷ്യനോട് ഇതേ പടികൾ ദൈവം പറഞ്ഞു, ഒടുവിൽ ഞാൻ ജീവവൃക്ഷത്തിൻ്റെ പറുദീസയിൽ നിന്ന് നിനക്ക് തിന്നാൻ തരും. അന്ന് ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും, ഇനി കഷ്ടവും വിലാപവും ഉണ്ടാകയില്ല. ഇത് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയാണ്. എന്നാൽ ഈ നിത്യമായ പദ്ധതിയിൽ എത്തുന്നതിന് മുന്നമേ 12,000 വർഷം നമുക്കിവിടെ കിട്ടിയല്ലോ. കുറഞ്ഞാലും യേശുവിൻ്റെ കാൽവറി മുതൽ ഇങ്ങോട്ട് 12,000 ശേഷം വർഷങ്ങൾ നമുക്കിവിടെ കിട്ടിയല്ലോ. ഇനിയും കുറച്ച് നാളൂടെ ഒക്കെ കിട്ടാം. ഈ സമയത്തിനോടകം കുറെ ടെമ്പററി റിലീഫ് ദൈവം തരാറുണ്ട്. ഇൻട്രീം റിലീഫ് എന്നൊക്കെ ഞങ്ങളതിനെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവർ വിളിക്കും. ഒരു ടെമ്പററി സാങ്ഷൻ, ചില ഗുണങ്ങൾ, ചില നന്മകൾ ഒക്കെ താൽക്കാലികമായി ഒന്ന് തരും. ഒരു ഇൻട്രീം റിലീഫ്. പേ കമ്മീഷൻ ഓർഡർ ചെയ്യുന്നതിന് മുന്നമേ ഇന്ത്യയിൽ പല പ്രാവശ്യങ്ങളിൽ ഞാൻ ഒത്തിരിക്കാലം ജോലി ചെയ്തതുകൊണ്ട് അറിയാം, പേ കമ്മീഷൻ റിപ്പോർട്ട് വരാൻ താമസിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇൻട്രീം റിലീഫ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു താൽക്കാലിക ഇടക്കാല ആശ്വാസം. ഇതുപോലെ ചില ഇടക്കാല ആശ്വാസങ്ങൾ ദൈവം മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ തരാറുണ്ട്.
അതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ മൂന്നാം ലേഖനത്തിൽ 1:2 എഴുതിയത് വായിക്കാമോ ഭാഗം 1? മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മോനെ, ദൈവത്തിൻ്റെ ഇൻട്രീം റിലീഫ് പ്ലാനിൽ, ഒരു താൽക്കാലിക വിടുതൽ പ്രൊജക്റ്റിൽ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കണം. അതിനകത്ത് ദോഷം വരരുത്, അതിനകത്ത് പ്രശ്നം സംഭവിക്കരുത്. നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും. ഒരു പാസ്റ്റർ TC ചെറിയാൻ ഒരു കാലത്ത് നമ്മളോടൊപ്പം ഗംഗാനഗറിൽ ശുശ്രൂഷിച്ചിരുന്നു. അദ്ദേഹം ഇന്നും ബാംഗ്ലൂരിലുണ്ടെന്ന് എൻ്റെ അറിവ്. അദ്ദേഹം അന്നൊരിക്കൽ പറഞ്ഞു, ആ സകലത്തിലും എന്ന പദം നമ്മൾ പലപ്പോഴും ശകലത്തിലും എന്നാക്കിയെന്ന് മാത്രം. എനിക്ക് ആ വാക്കിപ്പോഴും ഓർമ്മയുണ്ട്. സകലത്തിലും എന്ന് തിരുവചനം പറഞ്ഞത് നമ്മൾ അങ്ങ് ചുരുക്കി ശകലത്തിലും എന്നാക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, അത് ജീവിച്ചു പോകണം. യോഹന്നാൻ അങ്ങനെ അല്ല എഴുതിയ, സകലത്തിലും. ആ വാക്യം ഞാൻ തന്നെ വായിച്ചു വിടാതെ, നിങ്ങൾ തന്നെ വായിക്കാതെ, തിരുവചനത്തിൻ്റെ ഒറിജിനൽ കോപ്പിയിൽ നിന്നും, ഇതെല്ലാം ടൈപ്പ് ചെയ്തെടുത്ത കോപ്പികളാണ്, തിരുവചനത്തിൻ്റെ ഒറിജിനൽ കോപ്പിയിൽ നിന്നും നമുക്ക് ലഭിച്ചതിലെ ഒറിജിനൽ നേരിട്ട് വായിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ തിരുഹിതം. യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്ന, പത്മോസിൽ നിന്ന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദിവ്യദർശനങ്ങൾ കണ്ട, അനന്തകാല സംഭവങ്ങളെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ ധാരണകൾ മനുഷ്യനെ ഏൽപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രങ്ങളിൽ ഒന്നായ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, പ്രിയനെ ഗായോസേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കണം. അത് ദൈവത്തിൻ്റെ പ്ലാനാ. അതുപോലെ തന്നെ, ആ പദം മറക്കരുത്, അതുപോലെ തന്നെ നീ സകലത്തിലും, എൻ്റെ കുടുംബത്തിൽ, ഇന്ന് പറയാം വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ, വസ്ത്രധാരണത്തിൽ, ജീവിതചര്യയിൽ തോന്നിയതുപോലെ ജീവിക്കാനല്ല, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ദൈവത്തിന് അനുയോജ്യമായ സുഖത്തിലും സന്തോഷത്തിലും നീ ആയിരിക്കണം എന്ന് തന്നെ ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയാതാ, എൻ്റെ ആഗ്രഹം അതായതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവ് ശുഭമായിരിക്കണമെന്നും അതുപോലെ തന്നെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്നും സഭയും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യട്ടെ. അത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സഖരിയ 9:11-12 നീയോ നിന്റെ നിയമരക്തം ഹേതുവായി നമ്മൾ ഒരു റിവിഷനിലേക്ക് തിരിച്ചു വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. യു പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് എന്നൊരു പദം കാണാം. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. അവിടെ ബദ്ധന്മാരെന്ന് എഴുതിയിരിക്കുന്നിടത്ത് പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് എന്ന പദം നമുക്ക് കാണാം. പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയാൽ ബന്ധിക്കപ്പെട്ടവർ. എത്ര പ്രതികൂലങ്ങൾ അടിച്ചാലും, ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും തങ്ങളുടെ വിശ്വാസം വിടാതെ, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്ന, വിശ്വാസത്തിൽ ബദ്ധന്മാരായ ദ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്, അവരെക്കുറിച്ചാണ് ദൈവത്തിന് പറയാനുള്ളത്. ഹോപ്പ് എന്ന പദത്തിൻ്റെ തനി ഇംഗ്ലീഷ് മലയാളം വിശ്വാസമെന്നല്ല എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷെ ഞാനിതിൻ്റെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് പറയുകയാണ്. ആ വലിയ പ്രത്യാശയിൽ പിടിച്ചു നിൽക്കുന്ന ദൈവ പൈതലേ, യു ദ പ്രിസണർ ഓഫ് ഹോപ്പ്, നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് കോട്ടയിലേക്ക് മടങ്ങി വരാം. കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടു, എതിലേലും ഓടിപ്പോക്കോ വിടിവിക്കാമെന്നല്ല, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ ഞാൻ നിയമിച്ചൊരിടമുണ്ട്. കോട്ടയിലേക്ക് മടങ്ങി വരാം, ഞാൻ ഇരട്ടിയായി പ്രതിഫലം തരാം. പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് ഞാൻ തൽക്കാലം വിടട്ടെ. പ്രത്യാശയാൽ പിടിക്കപ്പെട്ടവർ, ബന്ധിക്കപ്പെട്ടവർ, നിങ്ങളുടെ പ്രത്യേകത ഇരട്ടിയായി പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിയമരക്തം അഥവാ കാൽവറി ഹേതുവായി ഇരട്ടിയായ പ്രതിഫലം കിട്ടുവാൻ പോകുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 61:7 നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു, വിശദീകരിക്കാതെ വിട്ടു, എങ്കിലും തൊട്ടിരുന്നു. നാണത്തിന് പകരം ഇരട്ടി പങ്ക് പ്രതിഫലം ലഭിക്കും. ക്രിസ്തുവിന് വേണ്ടി ലജ്ജ ധരിച്ചവർ അവിടെയും ഇവിടെയും ഉണ്ട്. ഞാൻ എൻ്റെ വ്യക്തി അനുഭവത്തിൽ നിന്ന് പറഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി ലജ്ജ ധരിക്കുവാൻ കഴിഞ്ഞു. അക്കാലങ്ങളിൽ ചെറിയ പ്രായത്തിൽ അനുഭവിച്ചിരുന്ന ലജ്ജയേക്കാൾ കവിഞ്ഞ ഒന്ന് ഒരു സീനിയർ പാസ്റ്റർ എന്ന പദവിയിൽ ഇന്ന് അനുഭവിക്കാൻ സാധിച്ചു.
അന്ന് 10,000 അന്ന് 100-200 പേരായിരിക്കും വട്ടത്തിൽ നിന്ന് കൂക്ക് വിളിച്ചതെങ്കിൽ ഇന്ന് 10,000-ങ്ങളിൽ ആളുകൾ വട്ടത്തിൽ നിന്ന് കൂക്ക് വിളിക്കുന്നത് കാണുവാനിടയായി. അന്ന് കൂക്ക് വിളിക്കുവാൻ നാട്ടിൽ ആളുകളെ ഇളക്കിക്കൊണ്ട് വന്നത് നാട്ടുകാരായ 2 വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിൽ ഉന്നതന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന ക്രിസ്തീയ പേരുള്ള മഹാന്മാർ ഇന്ന് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് എണ്ണത്തെ പൊക്കിക്കൊണ്ട് വരുന്നത് കാണാം. എനിക്ക് തന്നെയല്ല, ദൈവത്തെ സേവിക്കുന്ന സകലർക്കും ഈ അനുഭവങ്ങളുണ്ട്. നാണത്തിന് പകരം ഇരട്ടിയായ ഒരു പ്രതിഫലം ദൈവിക മാന്യതാ കർത്താവ് തരും. ആവർത്തന പുസ്തകം 21:17 ദൈവവചനം വായിക്കുന്നത്, ആദ്യജാതന് ഇരട്ടി പ്രതിഫലം നൽകും. ആദ്യജാതന് അത് ഇഷ്ടയുടെ മകൻ പോലും അനിഷ്ടയുടെ മകൻ പോലും. കഴിഞ്ഞ ആഴ്ച തൊട്ട് ഈ ആഴ്ച തുടത്തെ ഉള്ളത് വിശദീകരിക്കണമെന്നില്ല. ഒരു മനുഷ്യന് 2 ഭാര്യമാരുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരുത്തി ഇഷ്ടയും ഇന്നത്തെ സാഹചര്യമല്ല, അന്നത്തെ സാഹചര്യമാണ്. ഇന്നാരും ഇത് ക്ലെയിം ചെയ്യരുത്, ഇങ്ങോട്ട് വരല്ലേ. അന്നത്തെ സാഹചര്യമാണ്. ഒരുത്തി ഇഷ്ടയും വേറൊരുവൾ അനിഷ്ടയുമാണെങ്കിൽ ഇഷ്ടയുടെ മകനാണ് രണ്ടാമൻ, അനിഷ്ടയുടെ മകനാണ് ഒന്നാമൻ എന്നിരിക്കട്ടെ. ആ ഇഷ്ട എപ്പോഴും വന്ന് തലയണമന്ത്രം ഓതുന്നത് കൊണ്ട് വല്ലപ്പോഴുമൊക്കെ രണ്ടാമന് ഒന്നാം മകൻ്റെ സ്ഥാനം കൊടുക്കുവാൻ അങ്ങ് തോന്നിപ്പോം. ശലോമോൻ വീണതല്ലേ? ശലോമോൻ ദാവീദ് വീണതല്ലേ? ദാവീദ് അങ്ങനെ പലതും വീണതാണ്. അപ്പം ഞാൻ വീണമെന്നില്ലല്ലോ. ദാവീദിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്, നമുക്കത് പറ്റരുത്. തലവണമന്ത്രമൊക്കെ കേട്ടുകൊണ്ട്, അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല, അറിയേണ്ടവർക്കെല്ലാം അറിയാം. ഇതൊക്കെ കേട്ടുകൊണ്ട് അനിഷ്ടയുടെ മകനെ പിടിച്ച് ഒന്നാമനാക്കാൻ ശ്രമിച്ചാൽ സാധ്യമല്ല. ജനനാൽ അവൻ ഒന്നാമനാകയാൽ ആ പദവി അവനിൽ നിന്ന് എടുക്കപ്പെടത്തില്ല. ഇന്ന് കുടുംബത്തിലെ ആദ്യജാതന്മാരായി കർത്താവ് ചിലരെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായവും ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായവും ചേർത്ത് വായിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ, അതായത് ആദ്യജാതന്മാരുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലത്തിന് വേണ്ടി നമ്മുടെ പേര് എഴുതിയതിനായി സ്തോത്രം. എൻ്റെ യഥാർത്ഥ ചേട്ടൻ്റെ, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും രക്തത്തിൽ നിന്ന് ജനിച്ച എൻ്റെ മൂത്ത സഹോദരൻ്റെ, നിങ്ങളുടെ മൂത്ത സഹോദരങ്ങളുടെ സ്ഥാനത്തെ കവിഞ്ഞൊരു സ്ഥാനം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാരണത്താൽ നിങ്ങൾക്ക് തരുവാൻ, ഇഷ്ടയുടെ മകൻ പോലും അനിഷ്ടയുടെ മകൻ പോലും ഒരു പ്രൊമോഷൻ നിങ്ങൾ ഡ്യൂ ആയി ഒരു ഔട്ട് ഓഫ് ദ വേ പ്രൊമോഷൻ തരുവാൻ സ്വർഗം തീരുമാനിച്ചു. ഇരട്ടിപ്പങ്ക് അനുഭവം, ഇരട്ടിപ്പങ്ക് അനുഗ്രഹം ആദ്യജാതന് ലഭിക്കുന്നതാണ്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വൃഥാ നഷ്ടങ്ങൾ സഹിച്ച യോബ് മനസ്സാ വാച കർമ്മണ അറിയാത്ത കുറ്റങ്ങൾക്കെല്ലാം ശിക്ഷിക്കപ്പെട്ടു. അവൻ ഒരു തെറ്റും ചെയ്തവനല്ല, പക്ഷെ ഉണ്ടായിരുന്നത് മുഴുവനും പോയി. ഇരട്ടിയായി ഒരു പ്രതിഫലം കൊടുക്കുവാൻ ദൈവം തീരുമാനിക്കുകയും ഈ മണ്ണിൽ തന്നെ ഇരട്ടിയായ ഒരു പ്രതിഫലം തനിക്ക് കിട്ടുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ജോസഫിന് പ്രതിഫലം കൊടുക്കുമ്പോൾ തൻ്റെ പിതാവ്, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടില്ല, ജോസഫ് തൻ്റെ പിതാവിനൊരു പ്രതിഫലം കൊടുക്കുമ്പോൾ, എൻ്റെ അമ്പും വില്ലും കൊണ്ട് ഞാൻ പിടിച്ചെടുത്തതായ, എൻ്റെ വില്ലും വാളും കൊണ്ട് ഞാൻ പിടിച്ചെടുത്തതായ ആ മല നിനക്ക് എക്സ്ട്രാ തരുന്നുവെന്ന് പറഞ്ഞ് ജോസഫിന് ഒരവകാശം കൊടുക്കുന്നതായി കാണാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുവാ ഈ സാഹചര്യം, എന്തൊരു കോൺട്രഡിക്ഷനാണ് ഞാൻ ഈ പറയുന്നത്. ജോസഫ് ഒരു സാമ്രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി സേവനം ചെയ്യുകയാണ്, പ്രധാന ഭരണാധികാരിയായി സേവനം ചെയ്യുകയാണ്. അവിടെ ഒരു അഭയാർത്ഥിയായി ചെന്നു പാർക്കുന്ന യാക്കോബ് ജോസഫിനെ വിളിച്ചു പറയാം, മോനെ, ഞാൻ നിൻ്റെ സഹോദരന്മാർക്ക് വസ്തു വകുക്കുക. ഏതാ വസ്തു? നമുക്ക് താമസിക്കാൻ ഒക്കാത്ത, നമുക്ക് കയറാൻ കഴിയാത്ത, ചെന്നാൽ ആഹാരമില്ലാത്ത, പട്ടിണി കിടന്ന് പല്ല് കിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന ഒരു നാടെങ്ങാണ്ട് കിടപ്പുണ്ട്, മക്പേല നിലത്തിലെ ഗുഹ ഉൾപ്പെടെ. അതാണ് പറയുന്നത്. പക്ഷേ അതെൻ്റെ പിതാവിന് ദൈവം ശാശ്വത അവകാശമായി കൊടുത്തതിനാൽ അത് നമുക്കുള്ളത് തന്നെയാ മോനെ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആ അവകാശം തരികയാണ്. ആ അവകാശം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ല, പക്ഷെ ഞാൻ ആ അവകാശം നിനക്ക് തരികയാ. നിന്റെ സഹോദരന്മാർക്കെല്ലാമായി പൗക്കുകയാ. തൻ്റെ മനസ്സിൽ അത് കത്തിക്കൊണ്ടിരിക്കുകയാ. ആ നാട് വിട്ടിട്ട് വർഷങ്ങൾ പലതായി. ആ നാട്ടിൽ കുറച്ച് നാൾ പാർത്തുള്ളൂ. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് മിസ്രൈമിലാണ് പാർക്കുന്നത്. മിസ്രൈമിലെ സുഖസമൃദ്ധികളുടെ ഇടയിൽ പലതും പോയി. ഞാൻ വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള വഴികളും
എൻ്റെ പറമ്പിൻ്റെ ചുറ്റുവട്ടമുള്ള പറമ്പുകളും ഓർക്കാൻ ശ്രമിക്കും. ഇന്നലെ കൃത്യം പോലെ ഒരാളിനെ കണ്ടേച്ചു പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി, എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ദൂരം വരും, 3/4 കിലോമീറ്റർ ദൂരം വരും, അവിടെ ഇന്ന കടയുടെ അടുക്കൽ എനിക്കൊരു കുറച്ച് വസ്തു ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ട് ഓർക്കാൻ സാധിച്ചില്ല, അതെന്ന് ചിന്നമേ ഓർത്തു. ഇന്ന വസ്തുവിൻ്റെ അടുക്കൽ എനിക്കൊരു കുറച്ച് വസ്തു ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ ഒരാളിനെ കണ്ടതാ, എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി. ഈ മനുഷ്യൻ പറയുന്നത് കേട്ടോണേ, ഇന്നിടം മുതൽ ഇന്നിടം വരെ നിൻ്റെ അതിര്, ഇന്നിടം മുതൽ ഇന്നിടം വരെ മറ്റവൻ്റെ അതിര്, അവിടെ മുതൽ ഇവിടം വരെ ഇവൻ്റെ അതിര്, ഇങ്ങനെ 12 ഗോത്രങ്ങൾക്ക് അതിര് തിരിക്കത്തക്കവണ്ണം തൻ്റെ മനസ്സിനകത്ത് ആ വാഗ്ദത്ത നാടിൻ്റെ ചിന്ത ഇങ്ങനെ കത്തി നിൽക്കുക. ആ കത്തി നിൽക്കുന്ന ചിന്തകൾ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു, അത് നിന്റെ സഹോദരന്മാർക്ക് തന്നതുപോലെ നിനക്കും തരികയാണ്. പക്ഷെ സംതിങ് എക്സ്ട്രാ, നീ നിന്റെ സഹോദരന്മാരെക്കാൾ കൂടുതൽ എക്സ്ട്രാ പാടുപെട്ടവനാ. നിന്റെ സഹോദരന്മാരാണ് നിന്നെ വിറ്റ് കളഞ്ഞത്, നിന്റെ സഹോദരന്മാരാണ് നിനക്ക് താഴ്ച ഉണ്ടാക്കാൻ ശ്രമിച്ചത്, നിന്റെ സഹോദരന്മാരുടെ വീണ്ടെടുപ്പുകാരനായി ദൈവം നിന്നെയാണ് കൊണ്ടുവന്നത്. നിന്റെ സഹോദരന്മാരുടെ പങ്കിൽ കവിഞ്ഞ് ഞാൻ നിനക്ക് തരികയാണ്, അത് ഞാൻ സമ്പാദിച്ചുകൊണ്ട് വന്നതാ. ദൈവത്തിൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്തതായ ആ സ്ഥലത്തെ ഞാൻ കറക്റ്റായി വിഭജിക്കുക. എന്നാൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഇന്നത്തെ ഗവൺമെൻറ്റിനും ഈ ഒരു നിയമമുണ്ട്. ആൻസസ്റ്റേഴ്സ് പ്രോപ്പർട്ടി കറക്റ്റായി പോകണം, പക്ഷെങ്കിൽ അവനവൻ സമ്പാദിച്ചത് അവനവന് കൊടുക്കുവാൻ കഴിയും എന്നൊരു പോളിസി ഇന്നത്തെ ഗവൺമെൻറ്റിനുമുണ്ട്. ആൻസസ്റ്റേഴ്സ് പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് തുല്യമായി പോകുകയാണ്. പക്ഷെ എൻ്റെ അമ്പും വില്ലും വാളും കൊണ്ട് ഞാൻ പിടിച്ച ആ മലഞ്ചെരിവുകളുണ്ടല്ലോ, അത് സഹോദരന്മാരുടെ അവകാശത്തേക്കാൾ കവിഞ്ഞ് നിനക്ക് തരികയാണ്. ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ സഫർ ചെയ്തെങ്കിൽ, എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തെങ്കിൽ, നിങ്ങൾക്ക് എക്സ്ട്രാ തരുവാൻ ഒരു പ്രതിഫലം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ നാണക്കേടുകളൊക്കെ ഉണ്ടായി എന്ന് വരാം. ജോസഫ് അനുവദിച്ചതുപോലൊരു നാണക്കേട് മറ്റധികം പേര് അനുഭവിച്ചിട്ടില്ല. ആ നാണക്കേടിന് പകരമായി ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരാൻ പോകുകയാണ്. ഇന്ന് പകൽ ആത്മാക്കളെ നേടുന്നതിൽ, പുതിയ ആളുകളോട് യേശുവിനെ കുറിച്ച് പറയുന്നതിൽ, പലർക്കും യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ലജ്ജ സഹിക്കേണ്ടവർ വന്നിട്ടുണ്ടാകാം, കഷ്ടം സഹിക്കേണ്ടവർ വന്നിട്ടുണ്ടാകാം. ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇനിയും ഉണ്ടാകും. ഇരട്ടിയായ പ്രതിഫലം തരുവാൻ, അവർക്ക് എക്സ്ട്രാ കൊടുക്കുവാൻ ദൈവം തയ്യാറാ. ദൈവവും യോസേപ്പിനെ മറന്നില്ല. യോസേപ്പിന് അവകാശം പൗക്കുന്ന സമയത്ത് ജോസഫിൻ്റെ അവകാശം എല്ലാവരെക്കാളും ഇരട്ടിയായിരിക്കണം. ജോസഫ് ആദ്യജാതനൊന്നും അല്ല, എങ്കിലും ജോസഫിൻ്റെ അവകാശം ഇരട്ടിയായിരിക്കണം. എവിടെ? സഹസ്രാബ്ദ ഭൂമിയിൽ. സഹസ്രാബ്ദ ഭൂമിയിൽ അവകാശം പൗക്കുമ്പോൾ എൻ്റെ യേശു രാജാവായി നേരിട്ട് രാജ്യഭാരം വഹിക്കുന്ന ആ സഹസ്രാബ്ദ ഭൂമിയിൽ യോസഫിന് ഇരട്ടി പങ്കുണ്ട് എന്ന് എസെക്കിയേൽ പ്രവചനം 47:13 കാണുവാൻ കഴിയും. ലജ്ജയ്ക്ക് പകരം ഇരട്ടിയായ പ്രതിഫലം. പ്രിയനെ, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇരട്ടി പ്രതിഫലങ്ങളെക്കുറിച്ച് തൊടുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുന്നു. ഞാനൊരല്പം കൂടെ വേഗത്തിൽ പോകട്ടെ. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെരമ്യാവ് 30:17 യെരമ്യാവ് 30:17 അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കുന്നത് കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇന്ന് പകൽ ഈ അരുളപ്പാട് ഇതൊരു റേമയായി ഈ സഭയിൽ വ്യാപരിക്കട്ടെ. ആരും തിരിഞ്ഞു നോക്കുവാനില്ലാതെ, ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടുവാനില്ലാതെ ഭ്രഷ്ട എന്ന് കണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മലയാളത്തിലൊരു പാട്ടൊരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പാടിയിരുന്നു. എൻ്റെ സ്വരം കേൾക്കുവാൻ ഭൂമിയിൽ കാതില്ലെന്നെങ്കിലും ഇമ്പമായി ചെമ്മയായി തുറന്നിരിക്കുന്ന ഒരു കാതെനിക്ക് സ്വർഗത്തിലുണ്ട്. എൻ്റെ ശബ്ദം അനേകർക്ക് വേണ്ടാത്തതെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുവാൻ വാഞ്ചയോടെ കാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ ദൈവം താല്പര്യപ്പെടുന്നതിനാൽ ദൈവത്തെ കേൾപ്പിക്കുന്ന ശബ്ദം ദൈവം എനിക്ക് തരട്ടെ, എനിക്ക് ആരോഗ്യം വരുത്തും എന്ന് കർത്താവിന് സംസാരിക്കാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ആരോഗ്യം തരുന്നതായ, സൗഖ്യം തരുന്നതായ ദൈവശക്തി ഇന്ന് പകൽ ഒരു പ്രാവശ്യം ഇതിനകത്ത് വ്യാപരിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. ആരോഗ്യവും രോഗശാന്തിയും സൗഖ്യവും ഇന്ന് ഉണ്ടാകട്ടെ. അത് യഹോവയുടെ അരുളപ്പാട്. അത് ഉപദേശി ഇന്ന് പകൽ പ്രസംഗിച്ചു എന്നല്ല, അത് യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞു.
പുറപ്പാട് പുസ്തകം 23:25 മുതൽ 27 വരെ ടക്കെന്ന് ഞാൻ അങ്ങ് പോയേക്കാം. നമ്മൾ എപ്പോഴും എടുക്കുന്നതാ, കഴിഞ്ഞ ആഴ്ച തൊട്ടതല്ലെങ്കിലും എപ്പോഴും എടുക്കുന്നതാ. നിങ്ങളുടെ ദൈവമായ യഹോവയെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്കനുസരിക്ക്, തൻ്റെ കൽപ്പനകൾ പ്രമാണിക്ക്, പറഞ്ഞതുപോലെ നടക്ക്, ജീവിതത്തിൽ മര്യാദ കാണിക്ക്. തൻ്റെ ദൈവത്തെ നിന്നെ സഹായിപ്പാനുണ്ട്. യിരെമ്യാവ് 17:14 യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. ഞാൻ ഒത്തിരി ആശയങ്ങളിലൂടെ പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ സ്നേഹിതന്മാരിൽ ഒരാൾ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളുമൊക്കെ എന്നോട് ചോദിച്ചു, എൻ്റെ വൈഫിൻ്റേതും ചോദിച്ചു. ഞാൻ അവനോട് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ പറഞ്ഞു, പണ്ട് ഞാനൊരു ജ്യോത്സ്യനായിരുന്നു. ഇന്നതല്ല, പണ്ട് ഞാനൊരു ജ്യോത്സ്യനായിരുന്നു. അവിടുന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ്. ജ്യോത്സ്യത്തിൻ്റെ ക്രമപ്രകാരം വർഗീസേ 28 വയസ്സ് വരെ നിൻ്റെ വൈഫിന് ആയുസ്സുള്ളൂ. ഞാൻ പറഞ്ഞു, നീ ജ്യോത്സ്യം വിട്ടില്ല. വിട്ടു, എന്നാൽ കളയടാ പോയി. അതങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇമ്മീഡിയറ്റ് സർജറി വേണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുവൈറ്റിലായിരിക്കുന്ന സമയം, ഏതാണ്ട് 30 വർഷത്തിന് മുമ്പേ കുവൈറ്റിലായിരിക്കുന്ന സമയത്താണ് സുനിൽ മോൻ എന്നെ വിളിച്ചു പറയുന്നത്, മമ്മിക്ക് ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ടാണ്. ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു, മോനെ മമ്മിയെ വിളിച്ച് വീട്ടിൽ പോകും, എൻ്റെ സർജറിക്ക് കാശില്ല, നമ്മളെ കൊണ്ടുടനെ ഒക്കുന്ന പരിപാടിയല്ല. ഒരിക്കൽ പാസ്റ്റർ അനിയൻ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, ഈ വർഷം ഡിസംബർ മാസത്തേക്ക് അമ്മ ഇല്ല. അതും 10-20 വർഷം കഴിഞ്ഞില്ലയോ, 20 വർഷത്തിൽ കൂടുതലായി. അനിയൻ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, ഈ വർഷം ഡിസംബർ മാസത്തേക്ക് അമ്മ ഇല്ല. അന്നൊരു മറ്റൊരു കർത്തൃദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ അത് കേട്ട് പേടിക്കണ്ട, ഞാൻ അന്ന് വൈകിട്ടൊരു കൺവെൻഷന് പ്രസംഗിക്കാനുണ്ട്. ആ കൺവെൻഷന് ഞാൻ പ്രസംഗിക്കേണ്ട, കൺവെൻഷൻ നടത്തുന്നയാൾ എന്നെയും കൊണ്ട് അനിയൻ കുഞ്ഞ് പാസ്റ്ററുടെയൊക്കെ പ്രാർത്ഥിക്കാൻ പോയതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴാണ് ഈ പദം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനൊരു പേടി, ഇന്ന് വൈകിട്ടത്തെ കൺവെൻഷൻ ഉഴപ്പുമോ. ഈ പ്രവചനം കേട്ടതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തെ കൺവെൻഷൻ ഉഴപ്പുമോ എന്നൊരു പേടിയുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ ഈ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറയുന്ന പോലെ, എക്സ്റേ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു എക്സ്റേയാണ്, അങ്ങനെ കണ്ടത് അതുപോലെ കറക്റ്റാണ്. എനിക്കും അറിയാം, ഞങ്ങൾക്കെല്ലാം അറിയാം, അത് കറക്റ്റാണ് ശരീര സാഹചര്യങ്ങളിൽ. പക്ഷെ എക്സ്റേ കാണുന്ന ഡോക്ടർ അതിന് ഓർഡർ ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ അറിയാം. അതുകൊണ്ട് ചികിത്സയും ദൈവത്തിൻ്റെ ഉണ്ട്. എത്രയോ ഡിസംബർ കഴിഞ്ഞു. അനിയൻ കുഞ്ഞെ, അങ്ങയുടെ ദൂത് തെറ്റല്ല, അങ്ങയുടെ ദൂത് ശരിയാ. എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എന്ന കർത്താവിന് പറവാനുള്ളത്, അതിനപ്പുറത്ത് എനിക്ക് വേറൊന്നുണ്ട്. നിന്റെ ആയുസ് കംപ്ലീറ്റ് ചെയ്യും, നിന്റെ ആയുസ് നീ കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് പകൽ ആയുസ് കംപ്ലീറ്റ് ചെയ്യിക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന വ്യാപാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഞങ്ങൾ സഭയായി ക്യാൻസൽ ചെയ്യുന്നു. സഭയായി ആ ശക്തികളെ ക്യാൻസൽ ചെയ്യുന്നു. ആ ശക്തികളെ ക്യാൻസൽ ചെയ്യുകയാണ്. ആ ശക്തികളെ ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ നിനക്ക് ആരോഗ്യം തരും, ഞാൻ നിനക്ക് രോഗശാന്തി തരും, ഞാൻ സകലത്തിലും ശുഭമാകും, ഞാൻ സകലത്തിലും സുഖമായിരിക്കും. യഹോവേ അങ്ങനെ സൗഖ്യമാക്കണേ. ഞാൻ ആ വാക്യത്തിൽ നിന്നാണ് പോയത്. ഇതെല്ലാം കൂടെ നിൽക്കുമ്പോഴാണ് അനിയൻ കുഞ്ഞ് തന്നെയാണെന്ന് തോന്നുന്നു തിരിച്ച് ചിന്നമ്മയോടൊരു ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയാൽ അത് സൗഖ്യം. മുമ്പേ പറഞ്ഞ അനിയൻ കുഞ്ഞ് തന്നെ തിരിച്ചു പറഞ്ഞു ദൂത. യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ സൗഖ്യമാക്കിയാൽ സൗഖ്യമായി, ഞാൻ നിന്നെ വിടുവിച്ചാൽ വിടുവിക്കപ്പെടും. ഇത് യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നാണ്. യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. ഇന്ന് പകൽ രോഗികളെ
നിങ്ങൾ ഈ പദം ദൈവത്തോട് പറ. യഹോവേ, അങ്ങനെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. അങ്ങനെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. ഞാൻ എപ്പോഴും പുകഴുന്നത് ദൈവത്തെക്കുറിച്ചാണ്. എൻ്റെ പ്രശംസ ക്രിസ്തുവിനെ കുറിച്ചാണ്. എനിക്ക് പ്രശംസിക്കാൻ എന്നിൽ തന്നെ ഒന്നുമില്ല, എൻ്റെ ബലഹീനതയിലാ. എനിക്ക് പ്രശംസിക്കാനുള്ളത് എൻ്റെ ബലഹീനതയിലാ. അങ്ങയിൽ പ്രശംസിക്കുന്നെങ്കിൽ അങ്ങ് തന്നെ എൻ്റെ പുകഴ്ചയാ. അടുത്ത് അതിനോട് ചേർത്ത് തൊടാൻ ഇന്ന് രാവിലെ 4:22 ദൈവനോട് ഇടപെട്ട ഒരാലോചനയാണ്. ലൂക്കോസ് 6:18-19 തമ്മിൽ വലിയ ബന്ധമുള്ളതല്ല. ഇന്ന് രാവിലെ 4:22 ദൈവം എന്നെ ഏൽപ്പിച്ച ഒരാലോചനയാണ്. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരും സൗഖ്യം പ്രാപിച്ചു. അത് ഈ രോഗശാന്തിയോട് ബന്ധപ്പെടുത്തിയ, നീ എന്നെ വിടുവിച്ചാൽ ഞാൻ വിടുവിക്കപ്പെട്ടു, നീ എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ സൗഖ്യമായി. എന്നാൽ അതിൽ പലതും അശുദ്ധാത്മാക്കളിൽ നിന്നുള്ള വിടുതല. ഇന്ന് പകൽ വളരെ സ്പെസിഫിക്കായി അശുദ്ധാത്മാക്കളുടെ പീഡനത്താൽ വ്യഥ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട് എന്നെനിക്കറിയാം. ഞാനിവരെ ഓർത്ത് കഴിഞ്ഞ രാത്രി പ്രാർത്ഥിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിന് 4:22 ദൈവം ഈ ഒരു പദം ഇടപെടുന്നത്. രോഗശാന്തിയെ എടുത്തു വരുന്ന കൂട്ടത്തിൽ ലൂക്കോസിലോട്ട് ചാടിക്കൊള്ളാൻ അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരും സൗഖ്യമായി. ഇന്ന് പകൽ വ്യത്യസ്ത രോഗങ്ങളാൽ ജീവിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, നന്മയെ ചോദ്യം ചെയ്തുകൊണ്ട് പിടിച്ചുലച്ച് നിൽക്കുന്ന ചില അശുദ്ധാത്മാക്കൾ ചില വ്യക്തികളിൽ നിന്നും പുറത്താകട്ടെ, ചിലരിൽ നിന്നും വെളിയിൽ വരട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരിൽ നിന്ന് ഇന്ന് പകൽ അശുദ്ധാത്മാക്കൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽ അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ. അതെന്നെ കേൾക്കുന്ന അനേകർ, വ്യത്യസ്ത മീഡിയകളിൽ ശ്രദ്ധിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സ്വതന്ത്രമാകുവാൻ അശുദ്ധാത്മ വ്യാപാര ശക്തികൾ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ, വിട്ടുപോകട്ടെ. ദയവായി ശ്രദ്ധിച്ചാലും ഞാൻ ഈ നിൽക്കുന്ന സമയം 9:13 എൻ്റെ വാച്ചിൽ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇത് അശുദ്ധാത്മാവല്ല വിശുദ്ധാത്മാവാണെന്ന് സ്വയമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ അശുദ്ധാത്മാക്കൾ വേര് പിടിച്ചുറയ്ക്കും. അശുദ്ധാത്മാവിനെ അശുദ്ധാത്മാവെന്ന് തിരിച്ചറിഞ്ഞാൽ സ്വഭാവ വൈകല്യങ്ങൾ, സംസാര ദോഷങ്ങൾ, കൊടുക്കവാങ്ങലുകളിലെ ഇടപെടലുകൾ തുടങ്ങി ജീവിതത്തിൻ്റെ തകർത്തുകളയുന്ന മണ്ഡലങ്ങൾ വരെ കർത്താവിന് ഒരു കൂട്ടം ദർശനങ്ങൾ കാണിക്കുന്ന. എനിക്ക് ഇന്ന് എടുക്കാൻ സമയം തികയില്ല, സമ്മറൈസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ. അത് അശുദ്ധമല്ല, വിശുദ്ധമാണ്. എൻ്റെ സ്വഭാവ വൈശിഷ്ട്യമാണ്, ദൈവത്തിൻ്റെ പ്രേരണയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതവരിൽ വേരുറയ്ക്കും. ഒരു കാഴ്ച എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. ഒരാൾ ഒരു വലിയ ചക്ക കൊണ്ടുവന്ന്, പഴുത്ത ചക്ക കൊണ്ടുവന്ന് ഒരു പറമ്പിലിരുന്ന് അത് മുഴുവനും തിന്ന് അതിൻ്റെ കുരു അതിലെല്ലാം വലിച്ചെറിയുന്നു. ഒരു 10 വർഷത്തിന് ശേഷം വന്നാൽ ആ കുരു മുഴിക്കതും പ്ലാവിൻ്റെ വൃക്ഷങ്ങളായി ചെടികളായി നിൽക്കും. അത് വലിച്ചു പറിക്കുവാൻ അയാളെ കൊണ്ടൊക്കത്തില്ല. ഒരു ബുൾഡോസർ ചിലപ്പോൾ മതിയാകതയാകും. ജീവിതത്തിൽ അലസമായി അവിടെയും ഇവിടെയും വാരിയെറിഞ്ഞ വാചകങ്ങൾ ഭയങ്കര ആഴത്തിൽ ദൈവാത്മാവ് തൊടുകയാണ്. ജീവിതത്തിൽ അശുദ്ധമായി വാരിയെറിഞ്ഞ അതാത് വാക്കുകൾ
അത് പറയുമ്പോഴൊരു സന്തോഷം തോന്നി, അത് പറയുമ്പോൾ ഒരു ഉല്ലാസം തോന്നി, അത് പറഞ്ഞപ്പോൾ ഒരു മധുരം പോലെ തോന്നി. 4 പേർ ലൈക്ക് അടിച്ചു, 500 പേർ ഇഷ്ടപ്പെട്ടു. വാരിയെറിഞ്ഞ പലതും ജീവിതത്തിൽ കിളിച്ച് കളരുകയാ. അശുദ്ധാത്മാക്കൾ പുറത്താകണമെങ്കിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നവൻ്റെ അടുക്കൽ അതിനെ കൊണ്ടുവരണം. എൻ്റെ മകന് ഒരു ചന്ദ്രരോഗമുണ്ട്, സൗഖ്യമാക്കാൻ ആവശ്യപ്പെടണം. എൻ്റെ മകൻ്റെ മേലൊരു പ്രത്യേക ദൈവകൃപയുണ്ടെന്ന് അനുഗ്രഹിച്ചു വിടാനല്ല, എൻ്റെ മകൻ ഒരു ചന്ദ്രരോഗമുണ്ട്, ഒന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു വന്നാൽ, എനിക്കിന്ന തകരാറുണ്ട്, ഒരു അശുദ്ധാത്മ ബാധയുണ്ട്, അതിനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ പ്രവർത്തിക്കുന്നവനായ ദൈവം പ്രവർത്തിക്കും എന്നൊരു ഉറപ്പ് തരട്ടെ. അശുദ്ധാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പുറത്തു പോകട്ടെ. അതിനാവശ്യമുള്ള ക്രമീകരണങ്ങൾ ഇന്ന് പകൽ നടക്കട്ടെ. വേര് പറയേണ്ട ചിലതിൻ്റെ വേര് പറിക്കുവാൻ, വേര് ഇറങ്ങിപ്പോയ കാരണത്താൽ വേരുകളെ മാന്തി പറിക്കുവാൻ ഇന്ന് പകൽ ഏത് എക്സ്റ്റെൻഡ് വരെ ഇറങ്ങുവാനും തയ്യാറുള്ളവരെ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകുക. ആ സ്വാതന്ത്ര്യം ഇന്ന് നിങ്ങളുടെ മേലിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഇടപെടുന്ന ദൈവിക ആലോചനകൾക്കായി നന്ദി. ഞങ്ങളുടെ ജനത്തെ ആശ്വസിപ്പിക്കണം, ആശീർവദിക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മൾ സ്തോത്ര കാഴ്ചയുടെ പാട്ട് പാടുമ്പോൾ, സഭ ആരാധിക്കുമ്പോൾ, രോഗങ്ങളിൽ നിന്നൊരു വിടുതലും അശുദ്ധാത്മാക്കളിൽ നിന്നൊരു വിടുതലും അതിൻ്റെ കൂടെ വ്യാപരിക്കുവാൻ പ്രത്യേകം ദൈവകരം